എനിക്ക് സൈക്കിളില്ല ലാൽ സാറിനെ മോശമായിട്ട് പറയുമ്പോൾ, എനിക്ക് സൈക്കിളില്ല മമ്മൂക്കാനെ മോശമായിട്ട് പറയുമ്പോൾ. ദിലീപേട്ടനെ പറഞ്ഞ എനിക്ക് ഒരിക്കലും സഹിക്കില്ല. ഐ എം എ ദിലീപ് ഫാൻ. താങ്കൾ അഭിനന്ദിക്കുന്നു, താങ്കളുടെ പേനകൾ ഇനിയും ചലിക്കണം, ഒരു മാറ്റമില്ല, ഇനിയും ഇങ്ങനെ പേനകൾ ചലിക്കണം. താങ്കളിലേക്ക് ചില ആളുകൾ താങ്കളെ കുറ്റപ്പെടുത്തി ഇതിനു മുമ്പ് സിനിമയിലേക്കൊക്കെ വരുന്നുണ്ട്. താങ്കളിലേക്കും ഒരു വെറുപ്പിടുന്നു. എന്താണ് ഈ സമൂഹം ഇങ്ങനെ ചെയ്യുന്നത്? ഇപ്പൊ പറഞ്ഞാൽ കറക്റ്റാണ്, പക്ഷെ താങ്കൾ ഇനി എഴുതിക്കൊണ്ട് തന്നെ ഇരിക്കണം. താങ്കളുടെ കഥകൾ അത്ര കാമ്പുള്ള കഥകളാണ് സിനിമകളെല്ലാം ഇരിക്കുന്നത്. ജനങ്ങളെ ഒട്ടുങ്ങ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിന്റെ ആഴത്തിൽ തട്ടുന്ന കഥകളാണ്. താങ്കൾ ഇപ്പോൾ പറഞ്ഞു ലിസ്റ്റിലെ ഓഫീസിൽ നിന്ന് ഒറ്റയ്ക്ക് കറങ്ങിയിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്, താങ്കളുടെ കണ്ണുനീര് ഞാൻ കണ്ടിട്ടുണ്ട്. ആ കണ്ണുനീരിന്റെ ഫലമാണ് ഈ സിനിമ ഇത്രയും വിജയമായ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇനിയുള്ള കഥകൾ എഴുതുമ്പോഴും പല കാര്യങ്ങൾ ആലോചിക്കേണ്ട വരും. സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും താങ്കളുടെ മനസ്സിലുണ്ട്. അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് എഴുതണമെന്ന് താങ്കൾക്ക് തോന്നിയിട്ടുണ്ട്? ഹൈദർക്ക്, അത് നമ്മളുടെ ഒരു അടുത്ത സിനിമ എവിടെ നിന്നാ വരിക നമുക്കറിയില്ല. നമുക്ക് എവിടെ നിന്നാണ് അടുത്തൊരു ഇത് കിട്ടുക നമുക്കറിയില്ല. പക്ഷെ ഞാൻ ഈ പറയുന്നത് എൻ്റെ സിനിമയോ ഞാൻ ഇറലവൻ്റ് ആണ്. ഹൈദർക്ക, ഞാൻ ഇറലവൻ്റ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ 100 വർഷമായിട്ടുള്ള ഇൻഡസ്ട്രിയുടെ കാര്യം പറയണേ. ആ ഇൻഡസ്ട്രിയിലെ ഞാൻ ആരാധിക്കുന്നവരോട് എനിക്ക് വെറുപ്പ് സഹിക്കില്ല. ഹൈദർക്ക, എനിക്ക് സഹിക്കില്ല ലാൽ സാറിനെ മോശമായിട്ട് പറയുമ്പോൾ, എനിക്ക് സഹിക്കില്ല മമ്മൂക്കാനെ മോശമായിട്ട് പറയുമ്പോൾ. ദിലീപേട്ടനെ പറഞ്ഞ എനിക്ക് ഒരിക്കലും സഹിക്കില്ല. ഐ എം എ ദിലീപ് ഫാൻ. ഞാൻ പബ്ലിക്കായിട്ട് ഞാൻ പറയണേ, ഞാൻ ഇവിടെ നമ്മൾ വേറെ ഇതിലേക്ക് പോകും. ഞാൻ ഈ പറയുന്നൊന്നും പ്ലീസ് ആസ് എ റൈറ്റർ നിങ്ങൾ എടുക്കരുത്. സിനിമയെ സ്നേഹിക്കുന്ന നിങ്ങൾ ഒരാളായിട്ട് പറയണം ഹൈദർക്ക, പ്ലീസ്. അത് അതിനെ വേറൊരു കോണ്ടെക്സ്റ്റിലായി പോരുത്. നമുക്ക് അടുത്ത സിനിമ എവിടെ നിന്നാ വരിക എന്നറിയില്ല. എൻ്റെ അടുത്ത സിനിമ വിജയം പരാജയം. ഐ എം ഇറലവൻറ്റ് ഹൈദർക്ക. പക്ഷെ സിനിമയോട്, ആർട്ടിസ്റ്റിനോട്, ഡയറക്ടർ, സിനിമയോട് റെസ്പെക്ട് വേണം. എനിക്കിപ്പോ എന്റെ 2ാമത്തെ ചിത്രമായിട്ടുള്ളൂ. അപ്പൊ നമ്മൾ വരുന്ന ആർട്ടിസ്റ്റുകൾക്ക് സത്യം പറഞ്ഞ പേടിയാണ്. ഇത്തരത്തിലുള്ള റിവ്യൂവേഴ്സിനെയും സിനിമയെ പറ്റി നമ്മൾ കണ്ടിട്ട് കൂടിയില്ല ആൾക്കാര്, അങ്ങനെയുള്ളവർ കൂടി മോശം പറയുമ്പോൾ നമുക്കൊക്കെ, നമ്മൾ ഈവൻ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ തന്നെ നമുക്ക് പേടിയാണ്. അപ്പോഴേ നമ്മൾ ചിന്തിക്കും, അയ്യോ ഇത് ആൾക്കാർ ഇതിനെ പറ്റി മോശം പറയുക. അങ്ങനെയാണ് ആദ്യം ചിന്ത പോകുന്നത്. എനിക്ക് തോന്നിയൊരു കാര്യം, നമ്മൾ റിവ്യൂവേഴ്സിന്റെ യൂട്യൂബ് വീഡിയോസും എല്ലാം നമ്മൾ കാണുന്നുണ്ട്. ടോട്ടലി ഒരു പടത്തിനെ മൊത്തത്തിൽ വലിച്ചു കയറുക, സീൻ ബൈ സീൻ നമ്മൾ അതിനെ ഹെയ്റ്റ് പറയുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ പറയുന്ന റിവ്യൂസ് ആൾക്കാർ കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ റിവ്യൂ സത്യമാണോ? ഇപ്പൊ നിങ്ങളൊരു പടത്തിനെ കുറിച്ച് മോശം പറയുകയാണെങ്കിൽ അത് സത്യമാണോ എന്നുള്ളത് കൂടി നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എന്തോ ആയിക്കോട്ടെ, നല്ലതിനെ നല്ലതിനും മോശത്തിന് മോശം തന്നെ പറയണം, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. എല്ലാ സിനിമകളെയും നല്ലതെന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷേ നമ്മളുടെ ഓരോരുത്തരുടെയും കഷ്ടപ്പാട് ഇതിന് പിന്നിലുണ്ട്, അതും കൂടി ഓർക്കുക. ഷാരിസ്ക പറഞ്ഞ പോലെ ഇപ്പൊ മലയക്കോട്ട വാലിബന്റെ കാര്യം പറഞ്ഞു. എനിക്ക് പറയാനുള്ളത്, ആ സിനിമ എനിക്ക് അറിയില്ല, ഞാൻ ആ സിനിമ തിയേറ്ററിൽ പോയിട്ട് തന്നെ കണ്ട് ആസ്വദിച്ച ഒരാളാണ്, ലാലേന്റെ ഫാൻ കൂടി ആയതുകൊണ്ട്. പക്ഷെ അത് മാത്രമല്ല, ആ മൂവി വളരെ നാടകീയമായിട്ട് ഒരു തിയേറ്റർ ബേസ് ഉള്ള ഒരു മൂവി ആയതുകൊണ്ടായിരിക്കാം, എനിക്കറിയില്ല, ഒരുപാട് സാധാരണ ജനങ്ങൾക്കൊന്നും അത്ര ഡൈജസ്റ്റ് ആയില്ല. പക്ഷെ ഒരു ഹെയ്റ്റ്, ഒരു വെറുപ്പ് കൊടുക്കാൻ തക്ക വിധത്തിലുള്ള ഒരു മൂവി ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ പടത്തിന് ഈ പറയുന്ന പോലെ ബാഡ് റിവ്യൂസ് വരുമ്പോൾ എനിക്ക് അറിയില്ല, ഈ വളരെ മോശമായിട്ട് തന്നെ പറയണം. കാരണം അത്രയും വെറുപ്പ് തന്നെ, ഷാരിസ്ക പറഞ്ഞ പോലെ വെറുപ്പാണ് ആ ഒരു റിവ്യൂ വീഡിയോസിലൂടെ നമ്മൾ കേൾക്കുന്നത്.